കുടുംബങ്ങൾക്ക് വീട് കൈമാറ്റം ചെയ്യുന്നതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഊരാളിങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഈ കെട്ടിട നിർമ്മാണത്തിൽ അവരാണ് ചുമതല ഏറ്റെടുത്ത് നിർവഹിക്കുന്നത്. നല്ല നിലയിൽ ULCCയുടെ പ്രവർത്തനം നല്ല നിലയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. അത്തരമൊരു ഏജൻസി പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഗവൺമെന്റ്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണം ഇക്കാര്യത്തിൽ ലഭിക്കുന്നുണ്ട്. ഒരു പ്രശ്നം നിങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഈ ദുരന്തമുണ്ടായ സമയത്ത് കോൺഗ്രസ് ഇവിടെ കുറെ വീടുകളേറ്റു. 100 വീടുകൾ നിർമ്മിച്ച് നൽകുമെന്ന് അവർ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ്സുകാർ ഒരു 30 വീട് നൽകുമെന്ന് പറഞ്ഞു. ഇവിടെ ഉണ്ടായിരുന്ന ഇവിടെയല്ല, വയനാട്ടിലുള്ള MLA അല്ല, പുറത്തുള്ള ഒരു MLA ഇവിടെ ഇടപെട്ട് വീട് നിർമ്മിച്ച് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് സമാഹരണത്തിന് നേതൃത്വം നൽകി. എത്ര ഫണ്ട് പിരിച്ചു? ഈ പിരിച്ച ഫണ്ട് ആർക്ക് നൽകി? കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത വീട് എവിടെ? രാഹുൽ ഗാന്ധി ഇവിടെ 100 വീട് വാഗ്ദാനം ചെയ്തിരുന്നു. അപ്പോൾ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവും കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും ഈ ദുരന്ത ഭൂമിയിൽ വിഷമമനുഭവിക്കുന്ന കുടുംബങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള വാഗ്ദാനം എവിടെ? അവരെവിടെയാണ് സഹായിച്ചത്? ആർക്കാണ് സഹായിച്ചത്? അനാവശ്യമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ച് ഈ മഹത്തായ സംരംഭത്തെ വിലയിടിച്ച് കാണിക്കുക എന്നുള്ളതല്ലാതെ പ്രായോഗികമായ ഒരു സഹായ നടപടികൾ സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല എന്നുള്ളതാണ് ഇതിൻ്റെ സ്ഥിതി. 2018 വിവരണാതീതമായ പ്രളയം, അതിൻ്റെ ഭാഗമായുള്ള ദുരന്തം, കാലാവസ്ഥ, മലയിടിച്ചിൽ, ഉരുൾപൊട്ടൽ, ഇതെല്ലാം കേരളത്തിലുണ്ടായല്ലോ. ആ സന്ദർഭത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വം 1000 വീട് ഈ ദുരന്തത്തിൽ പെട്ടുപോയ ആളുകളെ സഹായിക്കുന്നതിന് നൽകുമെന്ന് പറഞ്ഞു. രാഹുൽ ഗാന്ധി അന്ന് പ്രത്യേകം 100 വീട് അതിനുവേണ്ടിയും അനുവദിച്ചു. എവിടെ? കോൺഗ്രസ് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ, വീട് നിർമ്മിച്ച് നൽകുന്നതിൽ അവർ നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങളും നിലപാടുകളും എവിടെ? ആർക്കു വേണ്ടിയാണ് ഇത് പറയുന്നത്? അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം ജനങ്ങൾ തിരിച്ചറിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ജനങ്ങളുടെ സഹായത്തോടു കൂടി തന്നെ ഇതിന്റെ ശേഷിക്കുന്ന പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ച് നൽകുന്നതിനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തുടർച്ചയായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല പിന്തുണ വിവിധ ജനവിഭാഗങ്ങളിൽ നിന്ന് ഈ പദ്ധതി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ലഭിക്കുന്നുണ്ട്. അത് നന്ദിയോടുകൂടി ഓർക്കുകയാണ്. എല്ലാ നിലയിലും ഇവിടെ താമസിക്കുന്ന കുടുംബങ്ങളുടെ പരിരക്ഷ, അവിടെ വിദ്യാഭ്യാസം, ചികിത്സ, മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങൾ, വിനോദം ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് സാധിക്കത്തക്ക നിലയിലാണ് ഈ ടൗൺഷിപ്പ് ഇവിടെ ഉയരുന്നത്. ഈ ടൗൺഷിപ്പിന്റെ പൂർത്തീകരണത്തിന് എല്ലാവരുടെയും പിന്തുണ തുടർന്ന് നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ സച്ചിദാനന്ദൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു പത്രത്തിൽ കൊടുത്തിരിക്കുന്നതാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ തുടർച്ചയായ ഭരണം വലിയ ദോഷം ഉണ്ടാക്കും, പ്രത്യേകിച്ച് ബംഗാളിൽ ഉൾപ്പെടെ അതിനുള്ള ഒരു ഉദാഹരണം നമുക്ക് മുൻപിലുണ്ട് എന്നാണ്. എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഞാൻ സച്ചിദാനന്ദന്റെ ലേഖനം വായിച്ചിട്ടില്ല. സച്ചിദാനന്ദന്റെ ലേഖനം ഇന്ന് പത്രത്തിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. വായിക്കും, ഇന്ന് തന്നെ വായിക്കും. ഇതിലെന്താ പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ടത്? കേരളത്തിന്റെ അനുഭവമാണ് കേരളത്തിൽ പരിശോധിക്കേണ്ടത്. പശ്ചിമ ബംഗാളിൽ ഏതെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് ബംഗാൾ തിരിച്ചു വരുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമത്തിലാണ് അവിടുത്തെ പാർട്ടി. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ശ്രമങ്ങളെല്ലാം പാർട്ടിക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. കേരളത്തിൽ എന്താ 10 വർഷക്കാലത്തെ ഭരണത്തിൽ? അതാണ് ഇവിടെ പരിശോധിക്കേണ്ടത്. 10 വർഷക്കാലത്തെ ഭരണം കൊണ്ട് ജനങ്ങൾക്ക് ഗുണമുണ്ടായിട്ടുണ്ടോ? ഈ കേരളം മാറിയിട്ടുണ്ടോ? ഇതൊരു പുതിയ കേരളം സൃഷ്ടിക്കുകയാണ് ഇവിടെ. അത്തരമൊരു സമീപനത്തിന്റെ ഭാഗമാണ് ഇവിടെ ഒരു ദുരന്തമുണ്ടായ സമയത്ത് ഇത്തരമൊരു ടൗൺഷിപ്പ് വളർത്തിക്കൊണ്ടുവരാനുള്ള നടപടികൾ വരെ സ്വീകരിച്ചത്. വൻകിട വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കിയില്ലേ? സാമൂഹ്യക്ഷേമ നടപടികളിൽ ഈ രാജ്യത്ത് മാതൃകാപരമായ പ്രവർത്തനമല്ലേ കേരളം നടത്തിയിരിക്കുന്നത്? ഈ ഗവൺമെന്റ്